ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്പേസ് ചാനൽ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിടുന്നു എന്ന ഈ ഈരടികൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓരോ നിമിഷവും താലോലിച്ച് അത് പാടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു ഗാനത്തിൻ്റെ ഈരടികൾ നിങ്ങളുമായി പരിചയപ്പെടുത്തിയതിന് ശേഷം ഈ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ക്രൂശിതനീശോ ക്രൂശിലെന്നെ നീ ചേർത്തു പിടിക്കണമേ, ക്രൂശിലാശ്വാസം ക്രൂശിലെ ശ്വാസം പകർന്നു കരുതണമേ. എൻ്റെ സുഹൃത്ത് ഫ്രാങ്ക്ലിൻ പണൂർ എഴുതി ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗത്താൽ സംഗീതം പകർന്ന് അത് ആലപിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി. ഞാൻ ആലപിച്ച ഈ ഗാനത്തിൻ്റെ ഈരടികളാണ് ഇപ്പോൾ ഞാനിവിടെ പാടി വച്ചത്. ക്രൂശിതനായ ഈശോയിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉറവിടമെന്നും ക്രൂശിലാണ് ആശ്വാസമെന്നും ക്രൂശിലെ ശ്വാസം എന്നെ ഓരോ നിമിഷവും ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നയിക്കുന്നു എന്നുമാണ് ഈ ഗാനത്തിൻ്റെ ഈരടികളുടെ അർത്ഥം. ഈ ഗാനത്തിൻ്റെ ഈരടികൾ ശ്രവിക്കും തോറും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അത് കുരിശിൻ്റെ ബലമായി കുരിശു നൽകുന്ന ശക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കുരിശിൻ്റെ മാഹാത്മ്യവും കുരിശിലെ സഹനങ്ങൾക്കപ്പുറം മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവിക നിയോഗവും ഈശോ ശിഷ്യന്മാർക്ക് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്ന വിവരണമാണ് നമ്മൾ കാണുക. ക്രിസ്തു എല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കേണ്ടവനല്ലേ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ബഹുമാനപ്പെട്ട റിജോ പയ്യപ്പള്ളിയിൽ CMI അച്ഛൻ ഒരിക്കൽ പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ ഏതാനും വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് കുരിശിനെക്കുറിച്ച് ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു വച്ചത്: നമ്മൾ ഉറങ്ങുമ്പോൾ കുരിശ് വരച്ചുറങ്ങുന്നു, കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുന്നു, കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. നമ്മൾ കുരിശ് കഴുത്തിൽ ധരിക്കുകയും കുരിശിൻ്റെ വഴി ചെല്ലുകയും കുരിശടികൾ സ്ഥാപിക്കുകയും കുരിശ് പള്ളികൾ പണിയുകയും ചെയ്തുകൊണ്ട് കുരിശിനെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുക. പക്ഷേ ജീവിതത്തിലേക്ക് കുരിശ് കടന്നു വരുമ്പോൾ ഈ കുരിശിനെ ഒഴിവാക്കണമേ എന്നും, അല്ലെങ്കിൽ ഈ കുരിശിനോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് കർത്താവെ ഈ കുരിശൊന്ന് മാറ്റിത്തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു വിരോധാഭാസം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നമ്മുടെ ജീവിതവുമായി സാമ്യമുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തോന്നിപ്പോയിട്ടുണ്ട്. കുരിശിനെ ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും കുരിശിൽ സഹിച്ച ക്രിസ്തുവിനെക്കുറിച്ച് ഒരുപാട് ധ്യാനിക്കുകയും ഒരുപാട് പ്രസംഗിക്കുകയും ഒരുപാട് അതിനെക്കുറിച്ച് വാചാലനാവുകയും ചെയ്യുമ്പോഴും പ്രാവർത്തികമായ അർത്ഥം നിറഞ്ഞ ജീവിതത്തിൻ്റെ വഴിത്താരകളിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ഈ കുരിശ് എൻ്റെ ജീവിതത്തിലും ഒരു ഭാരമായി തീരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെ ആയുധമെന്ന് പറയുന്നത് അത് വിശുദ്ധ കുരിശാണ്. അത് കഴുത്തിൽ ധരിക്കാനുള്ള ഒരു ആഭരണമായി കാണുന്നതിന് പകരം ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്നതും ശത്രുവായ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തകർത്ത് തോൽപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ ആയുധമായി നമുക്ക് കൊണ്ടു നടക്കാവുന്നതുമായ മനോഹരമായ ഒരു ആയുധമാണ് കുരിശ്. കുരിശിൻ്റെ അടയാളത്തിൻ്റെ ശക്തിയിലൂടെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ ഓരോ നിമിഷവും തിരിച്ചറിയുന്നുണ്ട്.
പഴയ നിയമത്തിൽ മോശ ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, ദൈവമേ നീ ആരാണ്? ദൈവം അതിന് ഉത്തരം നൽകുന്നുണ്ട്, ഞാനാകുന്നു, ഞാൻ തന്നെയാണ്. മറ്റൊരു ചോദ്യം കൂടി മോശയ്ക്ക് ദൈവത്തോട് ചോദിക്കാമായിരുന്നു, ദൈവമേ നീ എന്താണ്? അല്ലെങ്കിൽ ദൈവമേ നിൻ്റെ ജോലി എന്താണ്? ഈ ചോദ്യം ചോദിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പുതിയ നിയമത്തിൽ ഇതിന് അതിമനോഹരമായ വ്യക്തമായ ഒരു ഉത്തരം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 8-ാം വാക്യത്തിലൂടെ ലോകത്തിന് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ദൈവം സ്നേഹമാണ്, ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് എന്ന്. വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന്. ഈശോയുടെ കുരിശിലെ ബലിയുടെ നീതീകരണം എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഈശോയുടെ കുരിശിലെ ബലിയിലുള്ള സ്നേഹം തന്നെയാണ്. ആത്മബലിയോളം ഉയരുന്ന കുരിശിലെ സ്നേഹം. അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും തമ്പുരാനോട് പാടി പ്രാർത്ഥിക്കുക, എന്നെ കുരിശോളം വലുതാക്കണേ, എന്നെ കുരിശോളം വലുതാക്കണമേ എന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും. കുരിശിൻ്റെ സഹനങ്ങളെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സഹനങ്ങളിലും ദൈവസ്നേഹത്തിൻ്റെ അർത്ഥം കണ്ടെത്തിക്കൊണ്ട് ഈ ലോകത്തിന് മുൻപിൽ വിശ്വാസത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ സാധിക്കണമെങ്കിൽ കുരിശോളം വലുതായ സ്നേഹത്തിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതങ്ങളിൽ നിറയണം. ഇന്ന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശം, സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എപ്പോഴും സ്നേഹിക്കുക. സ്നേഹം സർവോത്കൃഷ്ടം എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണത നമ്മൾ കണ്ടെത്തുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ്. നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കുരിശിലെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്ഷമിക്കുന്ന സ്നേഹം ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ശത്രുക്കളെ പോലും സ്നേഹിച്ച പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദ്രോഹിച്ചവരെയും പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്നേഹം തുളുമ്പുന്ന മാതൃക ലോകത്തിന് നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ആ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുന്ന സ്നേഹനിധിയായ ഒരു തമ്പുരാനാണ് നമുക്കുള്ളത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനവും അതിലപ്പുറം സന്തോഷവും നൽകുന്ന ഒരു കാര്യമായി നമ്മളെ മുൻപോട്ട് നയിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്ഷമയും കുരിശിൻ്റെ പാതയിലൂടെ നീങ്ങുന്ന ഓരോ ക്രൈസ്തവ വിശ്വാസിയും ഓരോ നിമിഷവും ലോകത്തിന് മുൻപിൽ വരച്ചു കാട്ടിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഏറ്റവും നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ച, അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കൂടുതൽ ചിന്തിക്കുവാനായി പ്രേരിപ്പിച്ച ചില സംഭവ വികാസങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. പാവപ്പെട്ട മനുഷ്യമക്കളുടെ ഇടയിൽ സേവനം ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും വൈദികരെയും മിഷണറിമാരെയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഘം ആളുകളുടെ ക്രൂരമായ ചില പ്രവർത്തികൾ. ഈ സംഭവം നമ്മളെ ഓരോരുത്തരെയും കുറച്ചൊക്കെ വിഷമിപ്പിച്ചുവെങ്കിലും അതിലപ്പുറം ലോകം മുഴുവനും ഞെട്ടിത്തരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ലോകം മുഴുവനും ഈ സംഭവ വികാസങ്ങളിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്ഷമയും എന്താണ് എന്ന് ക്രൈസ്തവ മക്കളായ നമുക്ക് ലോകത്തിന് മുൻപിലേക്ക് വരച്ചു കാട്ടുവാൻ ഈ സംഭവ വികാസങ്ങൾ ഇടയായി എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. മതപരിവർത്തനത്തിൻ്റെയും മനുഷ്യക്കടത്തുകളുടെയും പേരിൽ പാവപ്പെട്ട മനുഷ്യമക്കളുടെ ഇടയിൽ ദൈവത്തിൻ്റെ കാരുണ്യം പകർന്നു കൊടുത്തുകൊണ്ട് സേവനം ചെയ്യുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും ചില ഗൂഢാലോചനകളുടെ പുറത്ത് തകർക്കാനും
കുറ്റപ്പെടുത്താനും ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളിൽ വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും വെറുപ്പിൻ്റെയും ഒക്കെ വിഷം കുത്തിവയ്ക്കുവാൻ ശ്രമിക്കുമ്പോഴും മനസ്സ് പതറാതെ, മനസ്സ് മടുത്തു പോകാതെ, ഭയപ്പെടാതെ വീണ്ടും വീണ്ടും ഈ സഹോദരങ്ങൾ ഈ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ: ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. ശത്രുക്കളെ പോലും സ്നേഹിച്ചുകൊണ്ട് കുരിശിൽ മരിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് കാണിച്ചു തന്ന ക്രിസ്തുവിൻ്റെ ആ സ്നേഹം ഉള്ളിൽ പേറുന്നവരാണ് ക്രൈസ്തവരായ ഓരോ മക്കളും. അതുകൊണ്ട് ഇനിയും പാവപ്പെട്ട മനുഷ്യരിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശവുമായി കടന്നു ചെല്ലാൻ ഞങ്ങൾക്ക് ഭയമോ മടിയോ ഇല്ല എന്നുള്ളതാണ് സത്യം. മതപരിവർത്തനത്തിൻ്റെയും മനുഷ്യക്കടത്തിൻ്റെയും പേരിൽ ആസൂത്രിതമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് കുരിശിലേറ്റിയപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയോട് ചേർന്ന് നിന്ന് ആർജിച്ചെടുത്ത ധൈര്യം അവരെ തളർത്തിയില്ല, അവർ തകർന്നില്ല. കാരണം ക്രിസ്തുവിൻ്റെ കുരിശിലെ ക്ഷമിക്കുന്ന സ്നേഹം ഹൃദയത്തിൽ ആവോളം നിറച്ചവരാണ് അവർ ഓരോരുത്തരും. അതുകൊണ്ടാണ് ആരും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത, ആരും ചെല്ലാൻ മടിക്കുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സാന്ത്വന വചനങ്ങൾ പകർന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. നമ്മളെല്ലാവരും കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ദിവസങ്ങളിൽ വീഡിയോയിലൂടെ കണ്ടതാണ്. ഒരു സഹോദരി അവർക്കെതിരെ ശക്തമായി ആക്രോശിക്കുകയും അവരെ ആക്രമിക്കാനായി കൈ ഓങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അവിടെ ഇരുന്ന ആ 2 സിസ്റ്റേഴ്സും കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങളും വളരെ നിശബ്ദരായി ശാന്തമായി ഇരുന്നു കൊണ്ട് പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ് കണ്ടത്. വീണ്ടും ക്ഷമിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം എങ്ങനെയാണ് നമ്മൾ പ്രകടമാക്കുന്നതെന്ന് ആ ഒരൊറ്റ സംഭവത്തിലൂടെ, ആ ഒരു പ്രതികരണത്തിലൂടെ ലോകം കാണുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കുകയാണ്, ആ സഹോദരി അവിടെ നിന്നുകൊണ്ട് വളരെ ദേഷ്യത്തോടുകൂടെ ആക്രോശിക്കുകയും കൈ വീശിക്കൊണ്ട് കൈ ഓങ്ങിക്കൊണ്ട് അവരെ ആക്രമിക്കാനൊക്കെ ചെല്ലുമ്പോഴും അവിടെ ഇരുന്ന ആ കന്യാസ്ത്രീകളും ആ സഹോദരങ്ങളും അവർക്ക് വേണ്ടി നിശബ്ദമായി ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുകയായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. കുരിശിലൂടെ ക്ഷമിച്ച് മനുഷ്യമക്കളെ ക്ഷമയിലേക്ക് നയിക്കുന്ന സ്നേഹം, അത് ഈ ഒരു പ്രവൃത്തിയിലൂടെ ലോകം കാണുകയായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പാവപ്പെട്ട മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സഹോദരങ്ങളെ ഇതുപോലുള്ള യാഥാർത്ഥ്യമില്ലാത്ത ചില ഗൂഢാലോചനകളിലൂടെ വീണ്ടും വീണ്ടും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇനിയും ഇതുപോലെ ആരെങ്കിലുമൊക്കെ കൈകളുയർത്തിക്കൊണ്ട് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ആക്രോശിച്ചുകൊണ്ട് അവരുടെ മുൻപിൽ അസഭ്യവർഷം നടത്തുകയും ചെയ്യുമ്പോഴും ഞങ്ങൾ ഇതുപോലെ നിശബ്ദരായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നേരെ നിങ്ങളുടെ കരങ്ങൾ ആക്രമിക്കാനായി ഉയരുമ്പോൾ ഞങ്ങളുടെ കരങ്ങൾ ഉയരില്ല, പക്ഷേ ഞങ്ങളുടെ കരങ്ങൾ ഉയരും. അത് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥനയ്ക്കായി നിങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടി. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ശക്തമായി ആക്രോശിച്ചുകൊണ്ട് സ്വരമുയർത്തുമ്പോൾ ഞങ്ങളുടെ സ്വരമുയരും നിങ്ങൾക്കെതിരെയല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി. കുരിശിൽ കിടന്നുകൊണ്ട് തമ്പുരാൻ ഉച്ചത്തിൽ പിതാവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവരെ എല്ലാവരും അനുഗ്രഹിക്കണമേ, ഇവരോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഗുരുനാഥൻ്റെ മക്കളാണ് ഞങ്ങൾ. ആ ഗുരുവിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്ന, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് ഞങ്ങൾ ഓരോരുത്തരും എന്ന തിരിച്ചറിവ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളുടെ മുൻപിൽ കാണപ്പെടുന്ന ഓരോ വ്യക്തികളും ഓരോ സഹോദരങ്ങളും ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് എന്നുള്ള ചിന്തയാണ്, ആ ഒരു വ്യക്തതയാണ് ഞങ്ങളെ കൂടുതൽ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, യാഥാർത്ഥ്യമില്ലാത്ത ആരോപണങ്ങളിലൂടെ ക്രൈസ്തവ മിഷണറിമാരെയും സഹോദരങ്ങളെയും
കുറ്റപ്പെടുത്തുന്ന നിങ്ങളോട് ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളെ പോലെ കാണുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്നു. കാരണം ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്നാണ്. നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല, മറിച്ച് ഈശോ ഞങ്ങൾക്ക് വ്യക്തമായി തിരുവചനത്തിലൂടെ പറഞ്ഞു തരികയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന്. ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഇനിയും ഞങ്ങൾ ആ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു കാലത്ത് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ നേരിൽ കാണാൻ പോലും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നൊരു കാലത്ത് മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വിതച്ചുകൊണ്ട് കടന്നു വന്ന വിശുദ്ധ ചാവറ പിതാവിൻ്റെ മക്കളാണ് ഞങ്ങൾ. അർഹിക്കപ്പെട്ട പരിഗണന ലഭിക്കാതെ പോയെങ്കിലും കേരളത്തിൻ്റെ മണ്ണിൽ വർഗീയതയുടെയും തൊട്ടുകൂടായ്മയുടെയും വിദ്വേഷത്തിൻ്റെയും വിഷവിത്തുകളെ തുടച്ചു നീക്കിക്കൊണ്ട് അക്ഷരജ്ഞാനത്തിലൂടെയും ആത്മീയ ജ്ഞാനത്തിലൂടെയും നാം എല്ലാവരും മനുഷ്യരാണെന്നും ദൈവത്തിൻ്റെ മക്കളാണെന്നുമുള്ള യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചം മനുഷ്യ മനസ്സുകളിൽ തെളിയിച്ച വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന പുണ്യമഹാത്മാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ കുരിശിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും ആത്മീയ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടേയിരിക്കും. സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ, ക്ഷമയുടെ പാതയിലൂടെ, കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയിലൂടെ, കർത്താവിൻ്റെ ബലിയുടെ ചൈതന്യത്തിലൂടെ മനുഷ്യമക്കളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ കരുണയുടെ ഭാവം പകർന്നുകൊണ്ട് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വിദ്വേഷത്തിൻ്റെ വിഷശരങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് മനുഷ്യനിൽ നിന്ന് അകറ്റുന്ന വർഗീയ വിദ്വേഷത്തിൻ്റെ കൊടും ശാപത്തിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും പ്രകൃതിയെയും തന്നെയും സ്നേഹിക്കാനും അംഗീകരിക്കാനും ദൈവത്തിൻ്റെ ദാനമായ ഈ പ്രകൃതിയെയും പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കാനും കൂടെ നിർത്താനും ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കും. മതവിദ്വേഷത്തിൻ്റെയും വർഗീയവാദത്തിൻ്റെയും ചുവട് പിടിച്ച് പ്രക്ഷുബ്ധമായ വികാരങ്ങൾ ആളിക്കത്തിക്കുന്നതിന് പകരം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രബുദ്ധമായ പുണ്യങ്ങൾ നിറഞ്ഞ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ എന്നും കൂടെയുണ്ടാകും. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്താം. ജീവിതമാകുന്ന വഴിത്താരകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ കുരിശിൻ്റെ ഭാരം നമ്മെ തളർത്താതിരിക്കട്ടെ. മറിച്ച് കർത്താവിൻ്റെ കുരിശോട് ചേർന്ന് നിന്നുകൊണ്ട് 10 കൽപ്പനകളുടെ സാരാംശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ, ദൈവനാമത്തെ, ദൈവത്തിൻ്റെ ദിനത്തെ, മാതാപിതാക്കളെ, മറ്റുള്ളവരുടെ ജീവനെ, ജീവിതത്തെ, വസ്തുക്കളെ, സത്യത്തെ, വ്യക്തികളെ, സൽപ്പേരിനെ, തന്നെ ബഹുമാനിക്കുക. ഇതാണ് 10 കൽപ്പനകളുടെ സാരാംശം. ക്രിസ്തു നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ്. മക്കളെ, ഈ നിയമങ്ങളൊന്നും എനിക്ക് മാറ്റാനാവില്ല, മറിച്ച് പൂർത്തീകരിക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സഹനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സഹനങ്ങളിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിച്ച ആസ്വാദികരമായ ജീവിതത്തിൻ്റെ മധുരം ആസ്വദിച്ചുകൊണ്ട് കൽപ്പനകളെ മാറ്റുന്നതിന് പകരം ക്രിസ്തുവിനെ പോലെ പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കുരിശിൽ ആശ്വാസം കണ്ടെത്തുവാനും ക്രൂശിലെ ശ്വാസം ജീവിതത്തിൻ്റെ ശക്തിയായി മാറുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഗാനത്തിൻ്റെ ഈരടികൾ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ആലപിക്കുകയാണ്. ക്രൂശിതനീശോ ക്രൂശിലെന്നെ നീ ചേർത്തു പിടിക്കണമേ, ക്രൂശിലാശ്വാസം ക്രൂശിലെ ശ്വാസം പകർന്നു കരുതണമേ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.